ശബരി എക്സ്പ്രസിൽ വയോധികന് ടിടിയുടെ മർദ്ദനം. ബോഗി മാറിക്കേറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ട്രെയിനിൽ വലിച്ചിഴയ്ക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. യാത്രക്കാർ ഇടപെട്ടതോടെ ടിടി പിന്തിരിഞ്ഞു. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് പ്രേക്ഷകർ കാണിക്കാം. അതിനുശേഷം ആ വാർത്തയുടെ വിവരങ്ങളുമായി മനീഷ് മഹിബാലിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷിച്ചത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വയോധികനെയാണ് ടിടി തീവണ്ടിയിലിട്ട് വലിച്ചിഴയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. എന്തോ ബോഗി മാർക്കേറി എന്ന് പറഞ്ഞാണ് അയാൾ അതിക്രൂര മർദ്ദനം അഴിച്ചുവിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടിയുണ്ട്. അതിലേക്കാദ്യം. അതായത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് കയറിയ ഒരു 70 പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ പുള്ളിക്കാരൻ കയറിയ ബോഗി S10 11 മാത്രമേ ഈ സ്ലീപ്പർ ടിക്കറ്റ് അനുവദിക്കത്തുള്ളൂ എന്ന് പുള്ളി പറഞ്ഞപ്പം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിട്ട് ഈ പ്രായമായ മനുഷ്യനെ പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്തു. നിങ്ങൾ ഇടപെട്ടില്ലേ? നമ്മൾ ഈ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോഗിലുള്ളവരൊക്കെ ഇടപെട്ടു. കഴിഞ്ഞപ്പോഴത്തേക്ക് ടോബി ജോൺസൺ, മനീഷ് മഹിബാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. മനീഷ്, ഇതൊരു നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല പ്രായമുള്ള ഒരാളാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അയാളെ ഈ ചെറുപ്പക്കാരനായി ടിടി അടിക്കുകയും മർദ്ദിക്കുകയും ട്രെയിനിൽ വലിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് മനീഷ്? ഹാഷ്മി, ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത, ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഇന്ന് രാവിലെ ശബരി എക്സ്പ്രസിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ മാവേലിക്കരയിൽ നിന്നാണ് 70 വയസ്സുള്ള ഒരു വയോധികൻ ഈ ട്രെയിനിലേക്ക്, ശബരി എക്സ്പ്രസിൽ കയറുന്നത്. 11-12 ബോഗികളായിരുന്നു സ്ലീപ്പർ ക്ലാസ്സായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 10ാം നമ്പർ ബോഗിയുടെ പുറത്തും സ്ലീപ്പർ ക്ലാസ് എന്ന് എഴുതിയിരുന്നു. നേരത്തെ ഈ സീസൺ ടിക്കറ്റുകാർ അധികമായി കയറുന്നത് കൊണ്ട്, എല്ലാ ബോഗികളിലും കയറുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും 2 ബോഗികൾ സ്ലീപ്പർ ക്ലാസ്സായി നിശ്ചയിച്ചിട്ടുണ്ട്. അത് 11-12. പക്ഷേ ഈ വയോധികൻ കയറിയത് മാറി 10ാമത്തെ ബോഗിയിലാണ്. ഇയാളോട് മാറാൻ പറഞ്ഞു, പക്ഷേ മാറിയില്ല എന്ന കാരണത്താൽ TTE, അതായത് റെയിൽവേയിലെ ടിക്കറ്റ് എക്സാമിനർ ആയിട്ടുള്ള S വിനോദ് എന്നാണ് ഇയാളുടെ പേര് യാത്രക്കാർ പറയുന്നത്. S വിനോദ് എന്ന് പറയുന്ന ഈ TTE ഈ വയോധികനെ ആ ബോഗിയുടെ ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ വലിച്ചിഴച്ചു എന്നാണ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ കോളറിൽ പിടിച്ച്, ഷർട്ടിന് പിടിച്ച് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വലിച്ചിഴച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു, അസഭ്യം പറഞ്ഞു. ഇത്രയും നേരം, ഒരു 5 മിനിറ്റോളം സമയം ഈ യാത്രക്കാർ ഇത് കണ്ടു നിൽക്കേണ്ടി വന്നു, എന്താണ് സംഭവം എന്നറിയാതെ. പിന്നീട് ആളുകൾ കേട്ടറിഞ്ഞ് ഈ സംഭവത്തെപ്പറ്റി ബോഗി മാറി കയറിയതാണെന്ന് മനസ്സിലായതോടുകൂടി ആളുകൾ ഇടപെട്ടു. മൊബൈൽ ഫോൺ ഓണാക്കി ഈ TTക്ക് മുൻപിലോട്ട് മൊബൈൽ ഫോൺ വെച്ചതോടുകൂടിയാണ് TT അവിടെ നിന്നും പിന്തിരികയും പിന്നീട് ഇത് തനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലായതോടെ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ഈ TT രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. പിന്നീട് ഈ 70 വയസ്സുകാരനെ ആളുകൾ ചേർന്ന് സമാധാനിപ്പിച്ചു. അയാൾ, ഈ 70 വയസ്സുകാരന്റെ പേര് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. അദ്ദേഹം കോട്ടയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആലുവയിൽ തന്റെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. പ്രായാധിക്യമായ അവശത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റ് അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്. ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹം ആലുവയിൽ ഇറങ്ങേണ്ടതിന് പകരം തനിക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായതുകൊണ്ട്, മർദ്ദനമേൽക്കേണ്ടി വന്നതുകൊണ്ടും കോട്ടയത്ത് ഇറങ്ങി RPFന് പരാതി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കോട്ടയത്ത് ഇറങ്ങി എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു 1/2-1/4 മണിക്കൂർ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഹാഷ്മി, മനീഷ് മഹിബാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന TT ചെറുപ്പക്കാരനായ TT ആണ് 70 വയസ്സുള്ള വയോധികനെ അടിക്കുകയും താഴെയിട്ട് വലിക്കുകയും ബോഗിയുടെ ഒരറ്റ മുതൽ മറ്റേ അറ്റമായി വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും ചെയ്ത കുറ്റം. അറിയാതെ ബോഗി മാറി കയറി എന്നാണ് 70കാരൻ ചെയ്ത ഏക കുറ്റം. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കിപ്പോൾ ലഭ്യമല്ല. ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ പരാതിയിൽ ഉറച്ചു നിൽക്കണം. ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദമുണ്ടായാൽ പരാതിയിൽ നിന്ന് പിന്മാറിക്കൂടാ. അതിന് ഈ TT അയാൾ കാണിച്ച ധാർഷ്ട്യത്തിന്, അയാൾ കാണിച്ച കൈക്കരത്തിന് അയാൾ ശിക്ഷ അർഹിക്കുന്നുണ്ട്.